യെസ്, ബട്ട് വിത്ത് കോഷൻ. കേരളത്തിൽ നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ഒരു കഞ്ഞിക്കൂട്ട് അല്ലെങ്കിൽ ഔഷധ കഞ്ഞിക്കൂട്ടിനെയാണ് കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. കർക്കിടക കഞ്ഞിയിൽ ദശപുഷ്പം, ജീരകം, ഉലുവ പോലെയുള്ള ഔഷധങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. അത് നമ്മളുടെ പ്രതിരോധ ശക്തി, അതുപോലെ തന്നെ ദഹന ശക്തിയെ കൂട്ടും. പക്ഷേ പ്രഗ്നൻസിയിൽ ഇതൊന്നും സേഫ് അല്ല. പ്രത്യേകിച്ച് ഗർഭകാലത്തെ ആദ്യത്തെ 1, 2, 3 മാസങ്ങളിൽ, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഈ മെഡിസിൻസ്, അതായത് ഔഷധ കഞ്ഞിക്കൂട്ടിലെ മെഡിസിൻസ് കുറച്ചും കൂടി സ്ട്രോങ് ഹെർബ്സ് ആണ്. അപ്പൊ അത് ഈ മാസത്തിൽ കഴിക്കുന്നത് അത്ര നല്ലതാവില്ല. സെക്കൻഡ് ട്രൈമസ്റ്റർ തൊട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ലൈറ്റ് ഹെർബ്സ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഒരു പ്രിപ്പറേഷൻ പറയുകയാണെന്ന് വെച്ചാൽ ഞവര, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് ഇഞ്ചിപ്പൊടി ഇടുക, സ്മോൾ പിഞ്ചിൽ ഇട്ടാൽ മതി. കുറച്ച് കുരുമുളക് പൊടി ഇടാം, അതുപോലെ തന്നെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇത്തിരി ഉപ്പിട്ടിട്ട് നമുക്ക് ഈ ഔഷധക്കഞ്ഞി കുടിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള തരത്തിലുള്ള ഔഷധക്കഞ്ഞി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഔഷധക്കഞ്ഞിയുടെ കൂട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.